തുടങ്ങി. ഞങ്ങൾ 2 പൂള് നോക്കിയാണ് കേട്ടോ പോകുന്നത്. പൂൾ ഇതിനകത്ത് എവിടെയാണ് എന്നുള്ളതാണ് ഞങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെയാണെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. പൂള് കണ്ടെത്തി. പൂളിനടുത്ത് വന്നപ്പോഴത്തേക്കും കരിയിലയും ചെളിയും പിന്നെ എന്ത് ചെയ്യാൻ, ഞങ്ങൾ തന്നെ വൃത്തിയാക്കി, ഞങ്ങൾ തന്നെ ചാടി കേട്ടോ. പൈസ കൊടുത്ത് വന്നതല്ലേ, അത് മുതലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ വെള്ളത്തിലാണെങ്കിലും കരയിലാണെങ്കിലും ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടംപോലെ കഥകളുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഫെയിലിയറാണ്. പക്ഷേ അവശേഷിച്ച 1-2 എനിക്ക് ഭയങ്കര പ്യുവർ ജെംസാണ് കേട്ടോ. അങ്ങനെ പൂളിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾക്ക് ചായ കുടിച്ചാലോ എന്നൊരാലോചന ഇല്ലാണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ചായ കുടിക്കാൻ പോകാൻ കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്ഥിരം ചായ കുടിക്കാൻ പോകുന്നൊരു സ്പോട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഈ ലഹരി വിരുദ്ധത്തിൻ്റെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ വന്നിരുന്നപ്പോൾ ചായ റെഡി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ ചെന്നിരുന്നാലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ലോഡ് കാര്യങ്ങളുണ്ടാവും കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. എന്നാൽ പോലും ഞങ്ങൾക്കിങ്ങനെ 5 മിനിറ്റ് ഇടവിട്ട് കഥകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നെങ്കിലും ഒരു തവണ പറഞ്ഞ കഥകളായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ പോലും പുള്ളിക്കാരി എന്നെ കേട്ടിരിക്കുന്നൊരു രീതിയുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാനും അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു അസറ്റാണ് കേട്ടോ. ഈ കിടക്കുന്ന സാധനം ഇവളെ കാണാനാണ് നമ്മൾ തലേന്നേ ഇവിടുന്ന് പോയി. വമ്പൻ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ കൊതിപ്പിച്ചിട്ട് കടന്നു കളയാന്ന് പറയുന്നത് ഇവളാണ് കേട്ടോ. ഇവൾ വന്നത് പാതിരാത്രിയാണ്. ഇവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പോയി റൂമൊക്കെ എടുത്തത്. അവൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല ഉറക്കമായി കേട്ടോ. ഒന്ന് കോട്ട് വിടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇരുന്ന് ഏമ്പൊക്കെ വിടാം അവൾ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കത്തി അയച്ചിരുന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു.